അസ്സലാമു അലൈക്കും. അക്ഷരപ്പുലരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു കഥാസമാഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊക്കെ നമ്മുടെ ജനറേഷൻ ഒരു 80s 90s ജനറേഷനൊക്കെ ജീവിച്ചിട്ടുള്ളത് അധികവും കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഉമ്മാമ്മ അല്ലെ അമ്മൂമ്മ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് അല്ലെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് പണ്ടത്തെ കഥകൾ, ഗന്ധർവ കഥകളും അല്ലെങ്കിൽ എന്താ പറയുക അലിബാബ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കഥകളും കറുത്തച്ഛൻ കഥകളും അങ്ങനത്തെ ഒക്കെ പലതരം കഥകൾ അല്ലേ. അത് അവരുടെ കാലഘട്ടത്തിലുള്ള അമ്മൂമ്മമാരുടെ കാലഘട്ടത്തിലുള്ള കഥകളും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ കഥകൾ കേട്ടിട്ട് അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ കഥകൾ മാത്രം കേട്ട് വളർന്ന ഒരു കുഞ്ഞു പെൺകുട്ടി എത്ര കഥകൾ കേട്ടാലും തൃപ്തി വരാത്തതുപോലെ ഇനി എന്ത് എന്നിട്ടെന്തായി എന്ന് ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പ് മുട്ടിച്ചിരുന്ന ഒരു കുഞ്ഞു പെൺകുട്ടി പിന്നീടൊരു കഥാകാരിയായാലോ. അപ്പോൾ എത്രമാത്രം ആ മനസ്സുകളിൽ അല്ലെങ്കിൽ അത്രമാത്രം ആ ഒരു കുഞ്ഞു മനസ്സിൽ കഥകൾ പതിഞ്ഞിട്ടുണ്ടാവും. ആ കഥകൾ പിന്നീട് തൻ്റെ കഥയിലൂടെ അവതരിപ്പിച്ചാലോ. എന്തായിരിക്കും ആ കഥകളുടെ ഒരു കണ്ടൻറ്റ് അല്ലേ, എന്തായിരിക്കും ആ കഥകളുടെ ഒരു പ്രത്യേകത? നാട്ടുഭാഷയിൽ അല്ലെങ്കിൽ നാടൻ ജീവിതങ്ങളെ വരച്ചു കാട്ടിയ, നാടൻ ജീവിതങ്ങളെ ചിത്രീകരിച്ച് നാടൻ ശൈലിയിൽ നാടൻ ഭാഷയിൽ എഴുതിയ ഒരു കഥാസമാഹാരത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഉറുവാടി. ഇത് എഴുതിയിരിക്കുന്നത് വിമിത ചേച്ചി. ഒരുപാട് വർഷമായി യുഎയിൽ താമസിക്കുന്ന കഥാകാരി. ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ദേശീയ ആരോഗ്യ ദൗത്യ കാസർഗോഡ് ജില്ലയിൽ കോർഡിനേറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സൗദിയിൽ കുടുംബസമേതം ജീവിക്കുന്നു. ഉറുവാടി അവളുടെ ആദ്യത്തെ കഥയാണ്. പക്ഷേ വിമിതയുടെ കഥകൾ മുമ്പും ഞാൻ വായിച്ചിട്ടുണ്ട്. പല ഓൺലൈൻ സൈറ്റുകളിലും ഞാൻ എഴുതുന്ന മോംസ് പ്രസോ കൂട്ടായ്മയിലൊക്കെ വിമിത കഥ എഴുതിയിട്ടുണ്ട്. വിമിതയുടെ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കനലിൻ്റെ നോവുകളിലൂടെ കടന്നുപോയി ജീവിതത്തിൻ്റെ ആ ഒരു ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ജീവിത ബന്ധങ്ങളെ നമുക്ക് വരച്ചു കാട്ടിത്തരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അത് വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടെ എഴുതാൻ വിമിതയ്ക്ക് സാധിക്കാറുണ്ട്. ഉറുവാടി എന്ന കഥയും അങ്ങനെ തന്നെയാണ്. 16 കഥകൾ അടങ്ങിയിരിക്കുന്ന ഈ കുഞ്ഞു പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ജീവിതത്തിൻ്റെ ജനനം, മരണം, ചതി, സന്തോഷം, ഇങ്ങനെ പല രീതികളും ഒരു കഥയിൽ ഇങ്ങനെ ബന്ധിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെ കഥകൾ ഓരോന്നോരോന്നായി കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു ബന്ധത്തെ ഇതിലൂടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ കവർ പേജ് തന്നെ വളരെ ഭംഗിയുള്ളതാണ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും എന്താണ് ഇതിൽ ഇത്ര പ്രത്യേകത. പക്ഷേ ഈ ഒരു കവർ പേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇതൊരു സ്ത്രീ ഒരു ഒറ്റപ്പെട്ട കാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞ് വയലുകളൊക്കെ ഉള്ള ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നൊരു സ്ത്രീയാണ്. പക്ഷേ ഈ സ്ത്രീ നന്നായി ഭംഗിയായി കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലേ. ഈ സ്ത്രീയുടെ പേരാണ് ഉറുവാടി. ഉറുവാടി ഏട്ടത്തിയുടെ ആ തൈലത്തിൻ്റെ മണമുള്ള ഉറുവാടി ഏട്ടത്തിയുടെ കഥയും കൂടിയാണ് ഈ പുസ്തകം. ഒരു ശരാശരി ജീവിതത്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ഈ പുസ്തകം. വിമിതയുടെ ആദ്യ പുസ്തകമാണ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അത്ഭുതമാണ്. കാരണം വളരെ വ്യത്യസ്തമായ ഭാഷാ ശൈലിയിൽ നമുക്ക് പിന്നെയും വായിച്ച് അതിൻ്റെ ആ ഒരു ഉള്ളടക്കമോ ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥാവിശേഷണമാണിതിൽ. അനന്തപുരാണം എന്ന കഥയാണ് ഇതിൽ ആദ്യം. ആ കഥ വായിച്ചപ്പോൾ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ. കൊങ്കന്മാരെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. കൊങ്കന്മാരെന്നാൽ നാടോടികൾ വരുന്നതും നമുക്കറിയാം നാടോടികൾ ഓരോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരവിടെ തന്നെ നിൽക്കില്ല. അത് മാറി താമസിക്കുന്ന അവർ ചാപ്പ കെട്ടുന്നതും അവരുടെ ജീവിതവും ഇതൊക്കെയാണ് കഥയുടെ ആരംഭത്തിൽ പറയുന്നതെങ്കിലും കഥ മുന്നോട്ട് പോകുമ്പോൾ ഒരു ത്രില്ലർ കുറ്റാന്വേഷണ രീതിയിൽ കുഞ്ഞു കഥ വളരെ അടുക്കും ചിട്ടയോടെ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെ ബന്ധിപ്പിക്കാം. കാരണം ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണ്, ഒരു അനുഭവക്കുറിപ്പാണ്. അതിൽ ഒരുപാട് ജീവിതങ്ങൾ ഇത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. എങ്കിലും ആ കഥയുടെ സമാഹാരം അല്ലെങ്കിൽ ആ കഥ എവിടുന്ന് തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണം എന്നും കൃത്യമായി വായനക്കാരിൽ എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. കഥ അവസാനിക്കുമ്പോൾ നമുക്കിതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അനന്തൻ എന്ത് സംഭവിച്ചോ? പ്രശാന്ത് എങ്ങോട്ട് മറഞ്ഞുപോയി? അനന്തൻ എന്തിന് മരണപ്പെട്ടു? പ്രശാന്തിൻ്റെ ആ ഒരു തിരോധാനത്തിന് ശേഷം എന്തുകൊണ്ട് അവളുടെ ഭാര്യ ചിരിച്ചു? അല്ലെങ്കിൽ അനന്തൻ്റെ മരണത്തിന് ശേഷം എന്തുകൊണ്ട് പ്രശാന്തിൻ്റെ ഭാര്യ ചിരിച്ചില്ല? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ നമുക്ക് ഈ കഥ
വളരെ ആസ്വദിച്ച് തന്നെ വായിക്കാൻ സാധിക്കും. പിന്നെ കഥ മുന്നോട്ട് പോകുന്നത് മരണത്തിൻ്റെ കാവൽക്കാരൻ എന്ന കഥയിലൂടെയാണ്. ആ കഥയിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് യുദ്ധത്തിൻ്റെ തീവ്രതയും യുദ്ധത്തിൽ എങ്ങനെ മരണം നമ്മെ തേടി വരുന്നു എന്നുള്ളതാണ്. മരണം എപ്പോഴും വിളിക്കാതെ വരുന്ന ഒരു അതിഥി കൂടിയാണല്ലോ. മരണത്തിൻ്റെ കാവൽക്കാരനായി കൂടി ആ കഥയെ നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ആ കഥ അവസാനിക്കുമ്പോൾ ഒരു യുദ്ധഭൂമിയിലേക്ക് പോകുന്ന മകൻ മിലിറ്ററിയോ ആർമിയോ ഒന്നുമല്ല, ജീവിതമാർഗം തേടാനായി മറ്റ് രാജ്യങ്ങളിൽ പണിയെടുക്കാൻ പോകുന്ന ഒരു കഥാപാത്രമാണ് അതിലുള്ള സുധീഷ്. ആ ഒരു കഥാപാത്രം പിന്നീട് അമ്മ പറയുന്നുണ്ട്, നീ എങ്ങോട്ടും പോവണ്ട, ഇവിടെ തന്നെ നിൽക്ക്. അപ്പോൾ ആ ഒരു പറച്ചിലിൽ മാതൃസ്നേഹത്തിനപ്പുറം തൻ്റെ മകന് ജോലി ഇല്ലെങ്കിലും സാരമില്ല, തൻ്റെ മകനെ കൺകുളിരൊക്കെ കാണാലോ എന്നുള്ള ഒരു സാന്ത്വനം കൂടി അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് നമുക്ക് ഈ കഥയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് വരുന്നത് ദായം എന്ന കഥയാണ്. ദായം എന്ന കഥ തുടങ്ങുന്നത് കളിയിലൂടെയാണ്. ദായം കളി നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ കളിക്കുന്ന ഇന്നത്തെ ലുഡോ എന്ന ഒരു രീതിയിലേക്ക് മാറുന്ന കളി അല്ലേ. ആ ദായം കളിക്കാൻ പഠിപ്പിച്ചത് അച്ചാച്ചനാണ്, കഥാകാരിയുടെ അച്ചാച്ചനാണ്. പിന്നീട് ഈ അച്ചാച്ചന് വയ്യായികയാവുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അച്ചാച്ചൻ്റെ അച്ഛൻ കാക്കയായി വരും, മരിച്ചവർ കാക്കയായി വരുമെന്ന് കുഞ്ഞുനാളിൽ കഥാകാരിയെ അമ്മൂമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാക്ക അച്ചാച്ചന് വയ്യായിക ഉള്ള സമയത്ത് കാക്ക വന്ന് മുറ്റത്ത് നിന്നപ്പോൾ കാക്ക വന്ന് മുറ്റത്ത് നിന്ന ആ ഒരു സംഭവം കഥാകാരി ഇങ്ങനെ വർണ്ണിക്കുന്നു. അതാ നിങ്ങളെ അച്ഛൻ ആണെന്ന് തോന്നുന്നു, എന്താ പറയേണ്ടത്, മുറ്റത്ത് വന്ന് നിൽപ്പുണ്ട്. കുഞ്ഞു മോളായ കഥാകാരിയുടെ ആ ഒരു ചോദ്യം കേട്ട് അച്ചാച്ചൻ പറയുന്നുണ്ട്, അച്ചാച്ചൻ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. മറുപടി ശീഘ്രത്തിലായിരുന്നു. അത് കേട്ടപാടെ കഥാകാരി മുറ്റത്തെ കോടിക്കൊണ്ട് കാക്കയെ നോക്കി പറയുന്നുണ്ട്, അച്ചാച്ചൻ്റെ മോന് വരുന്നുണ്ട് കേട്ടോ, കാത്തു നിൽക്കണേ, എങ്ങോട്ടും പോകല്ലേ, വേഗം അങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായിട്ടാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നതെങ്കിലും ഇത് കേട്ടിട്ട് വന്ന കഥാകാരിയുടെ അമ്മ തല്ലുന്നുണ്ട്, കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. നീ എന്താണ് ഈ പറഞ്ഞത്, അച്ചാച്ചൻ കേട്ടില്ലേ? പക്ഷെ പിന്നീടാണ് മുതിർന്നപ്പോഴാണ് കഥാകാരിക്ക് താൻ പറഞ്ഞത് എത്രത്തോളം അബദ്ധമാണെന്ന് ഒരു മാപ്പ് പോലും ചോദിക്കാൻ പറ്റാതെ അന്ന് രാത്രി അച്ചാച്ചൻ ശ്വാസമുട്ടൽ വന്ന് വിടവാങ്ങുമ്പോൾ പിന്നീട് കാലങ്ങൾക്കിപ്പുറമാണ് കഥാകാരി മനസ്സിലാക്കുന്നത് താനെന്ന് പറഞ്ഞത് എത്ര വലിയ മഹാപാപമാണെന്ന്. പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് ഉറുവാടി ഏട്ടത്തിയുടെ കഥയിലേക്കാണ്. തൈലത്തിൻ്റെ മണമുള്ള ഉറുവാടി ഏട്ടത്തി. കാഞ്ചനമാലയുടെ കൂടെയും സുഹറയുടെ കൂടെയും ഒക്കെ ചേർത്ത് വെക്കാൻ അത്രയും യോഗ്യതയുള്ളൊരു കഥാപാത്രമാണ് ഉറുവാടി. എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു ഏട്ടത്തിയുടെ കഥയാണ്. വലിയോരെ മാത്രം സ്നേഹിച്ച് വലിയോരുടെ ജീവിതത്തെ മാത്രം മനസ്സിൽ ഹോമിച്ച് ജീവിതം നയിച്ച ഒരു ഏട്ടത്തി. വളരെ ഭംഗിയായി കണ്ണുകൾ എഴുതിയും വട്ടപ്പൊട്ടു തൊട്ടും തൻ്റെ ജീവിതം അണിഞ്ഞൊരുങ്ങിയും ജീവിച്ച അവർ അണിഞ്ഞൊരുങ്ങിയത് വലിയോർക്ക് വേണ്ടി മാത്രമായിരുന്നു. വലിയോരെ കാണാൻ വേണ്ടി മാത്രം തറവാട്ടിലേക്ക് വരുന്ന ഉറുവാടിയേട്ടത്തി ഒരു കാര്യവും പറയാതെ, അല്ലെങ്കിൽ വലിയോരുടെ ഭാര്യയെ സഹായിക്കുക, വലിയോർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒക്കെയുണ്ട്, പക്ഷെ തറവാട്ടിൽ വന്ന് മുറ്റത്തിരുന്ന് വലിയോരെ ദൂരത്ത് നിന്ന് കാണുക എന്ന് മാത്രമാണ് ഉറുവാടിയേട്ടത്തി ചെയ്തിരുന്നത്. അത്രത്തോളം ആരാധനയും പ്രണയവുമായിരുന്നു വലിയോരോട്. വലിയോർ എന്നും സുഖമല്ലേ എന്ന് വലിയോരുടെ ഭാര്യയോട് ചോദിക്കുമ്പോഴും ഭാര്യയും ഒന്നും ശബ്ദിക്കാറില്ല. ഭാര്യ ഉറുവാടിയേട്ടത്തിയോടൊന്നും സംസാരിക്കാറില്ല. പക്ഷെ എങ്കിലും എല്ലാ കാര്യങ്ങളും, തറവാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും, വൃത്തിയാക്കൽ മുതൽ പിടിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉറുവാടിയേട്ടത്തി ആ വലിയവരുടെ ഭാര്യയെ സഹായിക്കാറുണ്ട്. വലിയവരുടെ മക്കളോടും ഒത്തിരി സ്നേഹമാണ്. അതിൽ ഏറ്റവും സ്നേഹം ഇളയ മകളോടാണ്. ഇളയ മകൾ വലിയവരുടെ അച്ചട്ടാണെന്ന് എപ്പോഴും ഉറുവാടിയേട്ടത്തി പറയാറുണ്ട്. ഒരു പക്ഷേ വലിയവരുടെ ഒരു കുഞ്ഞ് തന്നിൽ നിന്ന് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാവാം ആ ഇളയ മകളോട് അത്രയും വാത്സല്യം. തൻ്റെ ശ്വാസം അടക്കിപ്പോകുന്ന ആ നേരത്തും, തൻ്റെ ശ്വാസം വിടവാങ്ങാൻ പോകുന്ന ആ നേരത്തും, അന്ന് അന്ത്യോളം തറവാടിൻ്റെ മുറ്റത്തിരുന്ന് വിടവാങ്ങുമ്പോഴും വലിയവരോട് യാത്ര പറഞ്ഞിട്ടുണ്ടാവണം. വലിയവരുടെ മരണശേഷവും ഉറുവാടിയേട്ടത്തി തറവാട്ടിൽ എന്നും വരാറുണ്ട്, മക്കളെ കാണാറുണ്ട്, ഭാര്യയെ കാണാറുണ്ട്. പക്ഷേ ഒരക്ഷരം പോലും മിണ്ടാറില്ല. അത്രമാത്രം പ്രണയം മനസ്സിൽ സൂക്ഷിച്ച, നിശബ്ദ പ്രണയം മനസ്സിൽ സൂക്ഷിച്ച ഉറുവാടിയേട്ടത്തിയുടെ കഥയും കൂടിയാണ് ഈ പുസ്തകം. ഇതിലെ ഓരോ കഥകൾ വായിക്കുമ്പോഴും ജീവിതത്തെ ഒരു പേജിൽ നിന്ന് പിച്ചി ചീന്തി എഴുതിയതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രമേൽ അടുക്കും ചിട്ടയോടെയാണ് ഇതിൻ്റെ എഴുത്ത്. പിന്നീട് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കഥയാണ് ജീവിതത്തിൻ്റെ കണക്കെഴുത്ത്. ഈ കഥ എനിക്കറിയുന്ന ഒരു ജീവിതത്തോടു കൂടി വളരെ സാമ്യമുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൻ്റെ കണക്കെഴുത്ത് എന്ന ഈ കഥ എനിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ടത് ഞാൻ അറിയുന്ന ഒരു വ്യക്തിയെ അത്രത്തോളം സാമ്യമുള്ളത് കൊണ്ടാണ്. ഈ കഥയിൽ പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഒരു ട്രക്കിങ്ങിന് പോകുന്ന ഒരു സന്ദർഭമാണ് പറയുന്നതെങ്കിലും
നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കുക, അവർ തമ്മിൽ ഫ്രണ്ട്സാണ്, ഒരു ആണും പെണ്ണുമാണ്. അലീന എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ദുബായിൽ നിന്ന് വന്നതാണ്. തൻ്റെ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഈ ട്രക്കിങ്ങിന് പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ വിചാരിച്ചതുപോലെയല്ല കഥയെന്ന്. അലീന, ഇന്ന് നീ എൻ്റെ ചിന്തകളിൽ പോലുമില്ല. ഞാൻ യാത്രകളെ സ്നേഹിക്കുന്നു. ഒരുപാട് ഇടങ്ങളിൽ എനിക്ക് സഞ്ചരിക്കണം. നിന്നെ ഓർക്കാറ് പോലുമില്ല. ഈ ഒരു വാചകം പറയുമ്പോൾ അമൽ അലീനയോട് പറയുന്നത്, ഇന്ന് എൻ്റെ ഓർമ്മയിൽ നീ ഇല്ല. ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഒരു കാലത്ത് പ്രണയമായിരുന്ന അലീന ഇന്ന് യാത്രകൾ മാത്രം സ്നേഹിക്കുന്ന അമൽ അലീനയെ സ്നേഹിക്കുന്നില്ല, അലീനയെ ഓർക്കുന്നില്ല. കാരണം അത്രമേൽ ഭ്രാന്തമായി അയാൾ യാത്രയെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ കഥയിൽ പിന്നീട് ഇവർ ട്രക്കിങ്ങിൻ്റെ മേലെ കയറുന്ന രംഗമുണ്ട്. അതിലിങ്ങനെ അമൽ പറയുന്ന പലതും ഇങ്ങനെ അലീന മെല്ലെ കേൾക്കുന്നുണ്ട്. പിന്നീട് അലീനയുടെ ഒരു മറുപടിയുണ്ട്. നീ എന്നിൽ നിന്ന് ഒളിച്ചോടാനാണോ ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തത്? അലീന ചോദിക്കുന്നുണ്ട്. അതിന് അമൽ പറയുന്ന മറുപടി, അലീന, എനിക്ക് സാധാരണക്കാരുടെ പോലെ ആവേണ്ട, അതുപോലെ ജീവിക്കണ്ട. ഒരുപാട് ജോലി ചെയ്ത് കുട്ടികളെ ഉണ്ടാക്കി വെറുതെ കിടന്നുറങ്ങി അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് യാത്ര ചെയ്യണം, കാണാത്ത സ്ഥലങ്ങൾ കാണണം. അതിനിടയിൽ ജീവിക്കാൻ മറന്നുപോയവരുടെ ജീവിതത്തിൻ്റെ പാഴ്വിളക്കായി എനിക്ക് ജീവിക്കണ്ട. അപ്പോഴാണ് അലീന ചോദിക്കുന്നത്, അപ്പോൾ ഞാനോ അമൽ? എൻ്റെ സന്തോഷം നീ ആയിരുന്നില്ലേ? ആരും ആരുടെയും സന്തോഷത്തിന് അളവുകോൽ ആകുന്നില്ല അലീന. നീ നിൻ്റെ സന്തോഷം കണ്ടെത്തുക, ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തി. എൻ്റെ സന്തോഷം യാത്രയാണ്. അപ്പോൾ ജീവിക്കാനുള്ളതോ ജോലിയോ? നിനക്ക് ജീവിക്കണമെങ്കിൽ നീ ജോലി ചെയ്ത് ജീവിക്കുക. നീ എന്തിനാ നിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റുള്ളവരിൽ കൊണ്ടുകൊടുക്കുന്നത്? ഇപ്പോഴാണ് അമൽ തുറന്നു പറയുന്നത്, അമലിൻ്റെ ഭാര്യ എന്നതിലുപരി നീ അലീനയായി ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ കഥ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൻ്റെ കണക്കെടുത്ത് നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും തെറ്റിപ്പോകുന്ന ഒരു സന്ദർഭമുണ്ടെന്ന്. കാരണം തൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു ദൂരനാട്ടിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുകയാണ് അലീന. ആ ഒരു കിട്ടിയ 2 മാസം ലീവിൽ നാട്ടിൽ വന്ന് ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായി യാത്ര പോകണമെന്ന് ചിന്തിച്ച് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് അമൽ പറയുന്നത്, ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നീ ഇല്ല, വെറും എൻ്റെ സ്വപ്നങ്ങളായ യാത്രകൾ മാത്രമാണെന്ന്. പിന്നീട് ഇവർ വേർപിരിയുന്നതും ഈ കഥയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ പല അർത്ഥങ്ങളെയും കാണിച്ചുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഈ പുസ്തകം അവസാനിക്കുന്ന ഒരു കഥ വിൽപ്പനയ്ക്കുണ്ട് എന്നാണ്. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായ ഒരു വ്യക്തി വിധിയെ മാത്രം പഴിച്ച്, തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വിധിയെ മാത്രം പഴിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എല്ലാത്തിനും വിധിയെ മാത്രമാണ് അവൾ പഴിക്കുന്നത്. പക്ഷേ അവസാനം അവളൊരു വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ വിധി തട്ടിമാറ്റിയ തൻ്റെ വിവാഹം, തൻ്റെ സന്തോഷങ്ങൾ ഒക്കെ അവൾ വിധിയെന്ന് പേര് വിളിച്ചു. പക്ഷേ ആരോടൊന്നില്ലാതെ അവൾ പറഞ്ഞു, ആരോടെങ്കിലും ഞാൻ പറയട്ടെ, എനിക്കൊരു വീട് വിൽക്കാനുണ്ട്. ആവർത്തനങ്ങളില്ലാത്തൊരു വീട്, ഞാൻ മടുത്തുപോയൊരു വീട്, സ്വപ്നങ്ങളും ചിരിയുമുള്ളൊരു മറ്റൊരു വീട് എനിക്ക് വിൽപ്പനയ്ക്ക് വാങ്ങാനാണ് എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം ഈ കഥയിലുടനീളം മൂല്യങ്ങളെ, വികാരങ്ങളെ മറച്ചുവെച്ച്, സങ്കടങ്ങളെ മറച്ചുവെച്ച് തൻ്റെ വിധിയെ മാത്രം പഴിച്ച് ജീവിച്ച ഒരു വീടിനുള്ളിൽ പുകഞ്ഞു ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ മുന്നോടിയായി അവൾ അവസാനം മടുത്തിട്ട്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തോട് ടയർഡായിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്ക് ഈ വീട് വിൽക്കാനുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പലരെയും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പുകഞ്ഞ് എത്രയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഐ ആം ഓക്കെ, ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം വി ആർ ടയേർഡ് അല്ലേ? അങ്ങനെ വിൽക്കാനുള്ള വീട് നമുക്കും ഉണ്ടാവും. ആ വീട് വിറ്റിട്ട് വേണം നമുക്ക് സന്തോഷമുള്ളൊരു വീട് വാങ്ങാനെന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. അതോടുകൂടി ഈ പുസ്തകം അവസാനിക്കുകയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പല ജീവിതങ്ങളുടെ നേർക്കാഴ്ച കൂടിയാണ് ഉറുവാടി. സോ ദിസ് ഈസ് ഓൾ ഫ്രം സൈനിങ് ഓഫ് റസീന.